guys, welcome back to our channel. Welcome back. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പുതിയ ട്രാവൽ വ്ലോഗായിട്ട് വന്നേക്കുവാണ്. അതെ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടു നയാഗ്ര ഫോൾസിൽ പോയത്. അതിന്റെ പിറ്റോസാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ഇപ്പോൾ വിളിച്ചു. ഞങ്ങൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ ആ 12 മണിക്കൂർ ഒരു 12 മണിക്കൂർ സുഖമായി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞങ്ങൾ ഫോണെല്ലാം സൈലന്റിലേക്ക് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ മിസ് കോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു ന്യൂജേഴ്സിലുള്ള സ്ഥലത്ത് പോകാന്ന് പറഞ്ഞു. എന്തെങ്കിലും സ്ഥലത്തിന് പേര് അവിടെ ഒരു ബീച്ചൊക്കെ ആയിട്ട് നമ്മളുടെ ബോട്ടം ഷിപ്പ്. അപ്പൊ നമ്മളൊരു ന്യൂജേഴ്സിയിലോട്ടാണ് നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ്. ബോട്ട് ട്രക്ക് എങ്ങാണ്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു ബോട്ട് വന്നിട്ട് അതിൽ ഒരു കൊച്ചിനെ എങ്ങാണ്ട് രക്ഷിച്ചു. പക്ഷെ കൊച്ചിന് ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് അവർ കുരിശ് വരച്ചാണ് കാണിച്ചത്, താങ്ക്സ് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെ എന്തോ ഒരു സംഭവമാണ് അവിടെ, പണ്ടേ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. പിന്നെ അവിടെ ബീച്ചൊക്കെയാണ്. അപ്പൊ ബീച്ചും കാര്യങ്ങളും ഇതെല്ലാം കൂടി ആയിട്ട് ഇവിടെ ഇപ്പൊ നമുക്ക് സമ്മറായി, നല്ല ചൂടായി. അപ്പൊ നമ്മൾക്ക് ഇനി കുറച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ബീച്ചും അവിടുത്തെ കുറെ പാർക്കും അങ്ങനെയൊക്കെ നമ്മളിപ്പോ ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. ഗോവ ബീച്ചിനെക്കാട്ടും ബെറ്റർ ബീച്ച് അപ്പൊ ഞങ്ങളുടെ ഫില്ലിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട് ഇത്. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് കഴിഞ്ഞു. ഇനി ഉണ്ട് ഒരു 30 minutes കൂടെ. അപ്പം നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ റോഡിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ, കുറച്ച് വീഡിയോസ് ഒക്കെ കാണാം. അപ്പം ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളുടെ കൂടെ ആക്ച്വലി ഒരു ഫാമിലിയും കൂടി ഉണ്ട്. ഞങ്ങളുടെ കസിൻ തന്നെ, കൊച്ചുമഞ്ചാച്ചനും ലിൻസേച്ചും. അവർ വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. മീറ്റ് ചെയ്യാം, അവരും വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇന്ന് 2 വ്ളോഗേഴ്സും കൂടെ ഇവിടെ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ നേരെ പിന്നെ അവർ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. പാർക്കിംഗ് സ്ട്രീറ്റ് പാർക്കിംഗ് ആണ്, നമ്മൾ പേ ചെയ്യേണ്ട. യൂഷ്വലി നമ്മൾ എവിടെ പോയാലും ഒന്നി കോയിൻ പാർക്കിംഗ് അല്ലെങ്കിൽ എന്താ സൈഡ് പാർക്കിംഗ് എല്ലാത്തിനും പേ ചെയ്യണം. വണ്ടി ലോക്ക് ചെയ്തു. ഇവിടെ പക്ഷേ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സൈഡിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതെ, ഹലോ. എന്തുണ്ട് വിശേഷം? ഒന്നുമില്ലേ, ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാ. അമേരിക്കയിലെ വലിയ പ്രൈസ് ഇല്ല. അതെ, ഞങ്ങൾ അച്ഛന് കൊടുക്കാണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു. അച്ഛൻ ഐസ്ക്രീമിന് കറിയായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുക. അതെ, 2 പേരും കൂടി ഉണ്ട് വായി നോക്കുന്നത്. ഇവർക്കും വ്ളോഗൊക്കെ ഉണ്ട്. വ്ളോഗിന്റെ പേരെന്താ? ഞാൻ പറയാം, സംതിങ് സ്പെഷ്യൽ ബൈ ലെൻസ്. അത് പറഞ്ഞു ഭയങ്കര നാണോ? അപ്പൊ സംതിങ് ആരാ? അച്ഛന്റെ പേരില്ലല്ലോ, എന്ത് പറ്റി? പക്ഷെ അച്ഛന്റെ കാണാറുണ്ടല്ലോ അതിനകത്ത്. അതെ, ചേച്ചിനെ എല്ലായിടത്തും എത്തിക്കുന്ന ഡ്രൈവർ കം കുക്ക് കം. കുക്ക് ഞാനാണ്. കുക്ക് ചെയ്യാറുണ്ട്. എന്തൊക്കെ കുക്ക് ചെയ്യാറുണ്ടെന്നോ? ചിക്കൻ, മട്ടൻ, ബിരിയാണി, ഷ്രിമ്പ്. വീട്ടിൽ ഞങ്ങൾ കുക്ക് ചെയ്യാത്ത വേറെ എന്തെങ്കിലും പറ. നിങ്ങള് കുക്ക് ചെയ്യാത്ത എന്താ ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത്? ഫിഷ് ബിരിയാണി നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഇല്ല, ഫിഷ് ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. വെച്ചിട്ടില്ലല്ലോ. ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും അഡ്രസ് തരാൻ നേരെ ഇവരുടെ വീട്ടിലോട്ട് വരിക. ഫിഷ് ബിരിയാണിയോ എന്തൊക്കെയോ തരുന്നതായിരിക്കും. വീട്ടിലോട്ട് വരണ്ട, വീഡിയോ ഉണ്ടാവും. എന്താണ് സംതിങ് സ്പെഷ്യലിനെ കുറിച്ച് പറയാനുള്ളത്? സംതിങ് സ്പെഷ്യലോ?
സംതിങ് സ്പെഷ്യലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നു. ഹസ്ബൻഡിന്റെ അഭിപ്രായം സംതിങ് സ്പെഷ്യലിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് അവിടെ കുഴിച്ചോണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഇതോ ഇതെന്തിനാ? അതിന് വല്ല ട്രഷറും കിട്ടിയോ? വേണ്ട, ആ ട്രഷർ പോകുന്നു. ബീച്ചിനെ പറ്റി പറയൂ. എന്താണ് ഈ ബീച്ച്? ഈ ബീച്ചിന്റെ പേര് ഷിബാറ്റം ബീച്ച് എന്നാണ് പേര്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് പറ. ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടപ്പോൾ പോയിരുന്നു. എനിക്ക് പൊതുവെ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ അങ്ങനെ മലയാളികളൊന്നും അങ്ങനെ വന്നിട്ടുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് ഷിപ്പ് ബോട്ടം എന്ന് പറയാൻ കാര്യം? ഷിപ്പ് വന്ന് ബോട്ടത്തിൽ അടിഞ്ഞു പോയി. ഏത് വലിയൊരു ഷിപ്പ് ബോട്ടത്തിൽ അടിഞ്ഞു പോയതുകൊണ്ട് ഷിപ്പ് ബോട്ടം. പക്ഷേ ഇത് പ്രൈവറ്റ് ബീച്ച് അല്ല, പക്ഷേ നല്ലതായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ബീച്ചാണ്, ക്ലീൻ ആണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരണോ ഇതിന്റെ ഷിപ്പ് ബോട്ടം എന്നുള്ള പേര് എങ്ങനെ വന്നതെന്നുള്ളത്? പറയൂ, കേൾക്കട്ടെ. അപ്പോൾ ഷിപ്പ് ബോട്ടം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പൽ ഇങ്ങനെ വന്നു. അത് ഷിപ്പ് സാധാരണ വരുന്ന പോലെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മറിഞ്ഞു വീണപ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു. എല്ലാവരും രക്ഷപ്പെട്ടു. ഒരു കൊച്ചിനെ രക്ഷിക്കാൻ പറ്റും. അത് ഷിപ്പിൻ്റെ അടിയിലായിരുന്നു. അവരടിയിൽ കൂടെ ഒരു എന്താ പറയുക, ഒരു തുരങ്കമായിട്ട് ആക്സ് വെച്ച് പൊളിച്ച് എടുത്തു. എന്നാൽ ആ കൊച്ചിന് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഈ കൊച്ചിന് എന്ത് ചെയ്തു, താങ്ക്സ് പറഞ്ഞുകൊണ്ട് കുരിശ് വരച്ചു. അത് കഴിഞ്ഞ് ഈ കൊച്ചിനെ ഈ ബോട്ടത്തിൻ്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഷിപ്പ് ബോട്ടം ബീച്ച് എന്ന് പറഞ്ഞു വന്നത്. ചുമ്മാ തള്ളുന്നതാണോ ശരിയാണോ? അല്ല, സംശയം ഗൂഗിൾ ചെയ്ത് നോക്ക്. രാവിലെ പുട്ടൊന്നും അല്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ കയറി നോക്കാം. അന്നായിരിക്കും. കണ്ടോ, അവിടെ ഒരാൾ ശരി വെച്ചു. അപ്പോൾ പിന്നെ അത് കറക്റ്റായിരിക്കും. പക്ഷേ നല്ലൊരു ഏരിയയാണ്, നല്ല ഏരിയയാണ്. ഇവിടെ വലിയ തിരക്കില്ല ഈ ബീച്ചിൽ. നമ്മൾ സാധാരണ പോലെ ബീച്ചിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല. നമുക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാം. ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ ഉണ്ട്, പക്ഷെ രസമുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ? ഇവിടെ പക്ഷെ ബ്രോഡ് വോക്ക് ഇല്ല. നമുക്ക് ബീച്ചിൽ കൂടെ നടക്കാം. ഇഷ്ടംപോലെ കടയുണ്ട്, ഫുഡ് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ അറ്റ്ലാന്റിക് സിറ്റി പോലെ ബ്രോഡ് വോക്ക് ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും കൊള്ളാം. 2 ദിവസം കുളിക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ കുളിക്കുക. വന്നപ്പോ തന്നെ മണം അടിച്ചിരുന്നു. അത് കടലിന്റെ. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിയിരിക്കുകയാണ് പുറത്തോട്ട്. ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇനി ചുമ്മാ ഇവിടെ തേപ്പാൻ നടക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്മളിപ്പം ബീച്ചിലെല്ലാം ഇറങ്ങി കുറേ നേരം അവിടെ കൂടെ ഒക്കെ നടന്നിട്ട് ഇപ്പം ഞങ്ങളിവിടെ ബീച്ച് ഹാവൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കാർണിവലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഉണ്ടെന്നാണ് ഇവിടെ ഉള്ള ഒരാൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. അതെ, അല്ലാതെ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പം ഇവിടെ ഒരു ഫ്രണ്ട് ഒരു 6 മൈൽ ഡ്രൈവ് ചെയ്താൽ ഒരു കാർണിവൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോകാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അവർ ഓൾറെഡി വണ്ടിയുടെ അടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് വിട്ടു. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് ഇനി അവരുടെ അടുത്തേക്ക് പോവാം. അവിടെ നിന്ന് അഡ്രസ്സ് ഇട്ട് നോക്കി എങ്ങോട്ടൊന്ന് പോയിട്ട് ഈ കാർണിവൽ അവിടെ ഉണ്ടോ എന്തൊക്കെയാ എന്നുള്ളത് നോക്കി നമുക്ക് എൻജോയ് ചെയ്യാം. അതെ, കുറച്ച് ഫുഡും കഴിക്കണം. ഈ വ്ളോഗിൽ ഫുഡ് ഉണ്ടാവും കേട്ടോ എന്തായാലും. പലരും ഞങ്ങൾക്ക് കഴിഞ്ഞ വ്ളോഗിൽ കമൻറ്റ് ഇട്ടു, കഴിഞ്ഞ വ്ളോഗിലായിരുന്നു ഫുഡുകളൊന്നും ഇല്ലാതിരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇനിയുള്ള വ്ളോഗിൽ എന്തായാലും ഫുഡ് കാണും. ആക്ച്വലി ഫുഡൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എടുക്കാൻ ടൈം കിട്ടും. അപ്പോൾ നമുക്കിനി ബീച്ച് ഹാവൻ. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി ഇടാൻ ഒരു സ്ഥലം കിട്ടി. ഈ വണ്ടി ഇടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, ചെറിയൊരു ബിൽഡിങ്, അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, ഞങ്ങൾ വീണ്ടും കണ്ടിരിക്കുകയാണ്. ഹായ്, ആരാണിത്? എന്താണ് പരിപാടി? നിങ്ങൾ ഞങ്ങൾ
ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു ഫാൻറ്റസി തീം പാർക്ക് എന്ന സാധനം കണ്ടു. അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി. മിക്കവാറും ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ളൊക്കെ സ്ഥലങ്ങളൊക്കെയാണ്. കൂടുതൽ പാരൻസ് പിള്ളേരെയും കൊണ്ട് വന്നിരിക്കുക. എൻ്റെ കൊച്ചിനെ ഞാൻ തപ്പി നടക്കാം. അപ്പോൾ കൊച്ചിനെ കിട്ടി. ഇനി ഇവിടെ എവിടെയെങ്കിലും കയറ്റി നോക്കട്ടെ. അതല്ലേ ഇതിനെ കയറ്റാം. അതുകൊണ്ട് ഇവിടെ കയറ്റാം. എന്താണ് നിങ്ങൾ രണ്ടുപേരും പിള്ളേരുടെ അടുത്ത് കളിക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്? പാവേ കിട്ടുമോന്ന് എറിഞ്ഞ് കളിച്ച് പാവേ കിട്ടുമോ നോക്കി. എന്നിട്ട് എറിഞ്ഞു നോക്കിയാലോ? അങ്ങനെ ഞങ്ങൾ തേരാപ്പാര നടക്കുകയാണ് എല്ലാവരുമായിട്ട്. തേരാപ്പാര ആകെയുള്ളൊരു ചേച്ചിയാണ്. ഇതാണ് ലിംസ് ചേച്ചി, കസിനാണ്. അങ്ങനെ അബദ്ധം ഞങ്ങൾക്ക് പറ്റി. നല്ലൊരു അബദ്ധം പറ്റി. ഇവിടെ നിൽക്കുന്ന ഒരു അമ്മച്ചി വന്നിട്ട് ജില്ലുവിനോട് ചോദിച്ചു, ഇത് കളിക്കാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത്? ഞങ്ങൾ കയറി പോട്ടെ എന്ന് ചോദിച്ചു. പിള്ളേർ കളിക്കുന്ന ഫിഷ് കളിച്ചോണ്ടിരിക്കുക. ഓ, ഇങ്ങനെയാണ് കളിക്കുന്നത്. ജില്ലു കളിച്ചു നോക്കുന്നു. ഒന്ന് ട്രൈ ചെയ്യുന്നേ. അതെ, സൺസെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അവിടെ എന്തോ സൺസെറ്റ് കാണുന്നുണ്ട്. സംതിങ് ബൈ സ്പെഷ്യൽ ബൈ ലിൻസ് വന്നിട്ടുണ്ട്. എടുത്തോ, അത് ബ്ലോഗ് ആക്കുമോ? ഉറപ്പാണോ? ഞങ്ങളാക്കുന്നവരല്ലോ, ബ്ലോഗ് ആക്കുമോ? എല്ലാരും കാണും കേട്ടോ. അതെ, എല്ലാരും കാണണം. ഇവരുടെയും കൂടെ ഒന്ന് കണ്ടൊരു ഭാഗങ്ങളല്ലേ. അതന്നെ, ഇവരുടെ ടൈം ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ കൂടി സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ജിനോ ജില്ലു വ്ലോഗ്സ്. ജിനോ ജില്ലു വ്ലോഗ്സ് അല്ലെങ്കിൽ ജിനോ ജില്ലു എന്ന് മാത്രം മതി. അഞ്ജലി, എങ്ങനെയുണ്ട് വ്യൂ? എന്തോന്ന് പറഞ്ഞു? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഏതാണ്? ഇപ്പൊ മനസ്സിലായി. സൂമി ചെയ്തൊരു വല്ലതും കിട്ടുന്നുണ്ടോ? വിറക്കല്ലേ, കൈ വിറക്കുന്നു. കൈവിട്ട കളിയാണ്. ഇവിടെ എന്താണ് വ്യൂ? കിട്ടിയോ? മീനും കിട്ടി പിടിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുക. നല്ല അടിപൊളി വ്യൂ ആണ് സൺസെറ്റ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അവിടെ മൊത്തം നിരക്കിയ ആൾക്കാരാണ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നന്നായിട്ട് വ്യൂ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് എല്ലാം കണ്ടു. ഇനി സൺസെറ്റ് കണ്ടിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് കുറേ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സീ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഫുഡ്. അങ്ങനെ ഫുഡ് വന്ന് ജില്ലുവൊക്കെ നെട്ടിയിരിക്കുകയാണ്. സാധാരണ പോലെ തന്നെ നെട്ടുന്ന പോലെ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. സീ ഫുഡ് മൊത്തം ഉണ്ടല്ലോ.
അതെ, മുള്ളനുണ്ട്. ഞാൻ ഇത് മുഴ എന്നത് കഴിക്കാൻ പോവാണ്. അപ്പം ജിലു മുഴുവൻ തീർക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ എന്നാ ചെയ്യുന്നത് പറയും, ഗരം മസാല വീട്ടിൽ കൊണ്ടുപോയി ജിലു ഇച്ചിരി ഗരം മസാലയൊക്കെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കും. ഇതാണ് ലിൻ സ്പെഷ്യൽ. ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് വീഡിയോ വരുന്നതെന്നുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് നിങ്ങൾ എല്ലാവരും കൂടി റോഡിൽ കൂടെ തേരാപ്പാര നടക്കുകയാണ്. അല്ല, ഫുഡൊക്കെ കഴിച്ച് തേരാപ്പാര നടക്കുകയാണ്. അതെ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത് തന്നെ, അടിപൊളി. ജിലുവിന്റെ സൂപ്പർ ഫുഡായിരുന്നു. കഴിക്കാൻ പറ്റാത്തോണ്ട് ഇത് പാക്ക് ചെയ്ത് കയ്യിൽ പിടിച്ചേക്കുവാണ്. അത് നല്ല അടിപൊളി ഫാൻസി ബാഗാ തന്നിരിക്കുന്നത്. ബീച്ചിൽ പോകുന്ന ബാഗൊക്കെ തന്നിട്ട് വന്നിരിക്കുന്നത്. അതെ. എങ്ങനെയുണ്ട്? നല്ലതാണോ? നമ്മുടെ അവിടെ കിട്ടുന്നതിനെക്കാളും ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല. ഫ്ലഫി കൊള്ളാം. ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് അങ്ങനെ ഇവിടെ തീരുവാണ്. അതെ, ഞങ്ങളിപ്പോൾ ഒരു ഫണൽ കേക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഓൾമോസ്റ്റ് 9:30, 10 ആവാറായി. ഇനി ഇവിടുന്ന് ഒരു 2 hours നമുക്ക് ഡ്രൈവ് ഉണ്ട്. 1.5 2 hours ഡ്രൈവ് ഉണ്ട്. അപ്പം പുതിയൊരു വ്ലോഗുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഹായ്. എന്നും പറയുന്ന പോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത്യാവശ്യമാണ്. അതെ. അപ്പം ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.